ഹലോ സ്റ്റുഡൻസ്, ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെം BA സൈക്കോളജി കോഴ്സായിട്ടുള്ള ബയോ സൈക്കോളജി കോഴ്സ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഇത്. സോ എന്തൊക്കെ യൂണിറ്റ്സ് ആണ്, ഏതൊക്കെ കണ്ടൻറ്റാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ള ഒരു ഔട്ട്ലൈനാണ് നമ്മൾ നോക്കുന്നത്. ടോട്ടൽ 4 ബ്ലോക്സ് ആയിട്ട് 6 യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ബയോ സൈക്കോളജി? ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്, ബയോളജിയും സൈക്കോളജിയും മേർജ് ചെയ്തിട്ടുള്ളൊരു ഫീൽഡാണ് ബയോ സൈക്കോളജി. നമുക്കറിയാം, സൈക്കോളജി എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ബിഹേവിയറും അതുപോലെ തന്നെ മെൻ്റൽ ഫങ്ഷനിങ്ങുമാണ് നമ്മൾ പഠിക്കുന്നത്. സോ കമ്മിങ് ടു ബയോ സൈക്കോളജി, അത് നമുക്ക് കുറച്ചുകൂടെ ബയോളജിക്കൽ ആസ്പെക്റ്റിൽ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ട് എങ്ങനെ ബിഹേവിയർ സ്റ്റഡി ചെയ്യാം എന്നാണ് നോക്കുന്നത്. ദാറ്റ് ഈസ് ഹൗ ഹ്യൂമൻ ബ്രെയിൻ ആൻഡ് ബിഹേവിയർ ഈസ് ഇൻ്റർ റിലേറ്റഡ്. സോ ഇത് നമുക്ക് സെക്കൻഡ് കോഴ്സായിട്ടാണ് ഫസ്റ്റ് സെമ്മിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു കോഴ്സ് പഠിക്കുന്നതോടുകൂടി നമുക്ക് കിട്ടുന്ന ലേണിംഗ് ഔട്ട്കംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, പലർക്കും ബയോസൈക്കോളജി എന്ന് പറയുമ്പോൾ ഒരു ന്യൂ ഫീൽഡായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ന്യൂറോ സൈക്കോളജിക്കൽ പ്രോസസ്സുകൾ, ന്യൂറോളജിക്കൽ മെക്കാനിസംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ ഹ്യൂമൻ ബ്രെയിൻ സ്ട്രക്ചേഴ്സ് മനസ്സിലാവും. അതുപോലെ കോഗ്നിറ്റീവ് ന്യൂറോ സയൻസ് ടെക്നിക്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കോഴ്സ് പഠിക്കുന്നതോടുകൂടി നമുക്ക് മനസ്സിലാക്കാം. അതായത് കുറച്ചുകൂടെ ബയോളജിക്കൽ ആസ്പെക്ട്സ് ഓൺ ഹ്യൂമൻ ബിഹേവിയർ ഈസ് അണ്ടർസ്റ്റുഡ്. ദെൻ നമ്മൾ പറഞ്ഞു, നമുക്ക് ടോട്ടൽ 4 ബ്ലോക്സിൽ 6 യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഓരോ ബ്ലോക്കിലും എത്ര യൂണിറ്റ്സ് ആണ്, എന്തൊക്കെ കണ്ടൻറ്റാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. സോ ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് ടോട്ടൽ 2 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. അതൊരു ഇൻട്രൊഡക്ഷൻ ബ്ലോക്കാണ്. അതായത് ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ബയോ സൈക്കോളജി, ആ ഒരു ഫീൽഡ് എങ്ങനെ എമേർജ് ചെയ്തു എന്നുള്ളതാണ് യൂണിറ്റ് 1 നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ നേച്ചർ, സ്കോപ്പ്, ഡിവിഷൻസ് ഓഫ് ബയോ സൈക്കോളജിയാണ് നമ്മളിതിൽ കവർ ചെയ്യുന്നത്. ദെൻ കമ്മിങ് ടു യൂണിറ്റ് 2 നമ്മൾ നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് യൂണിറ്റ് ആയിട്ടുള്ള ന്യൂറോൺസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതായത് ന്യൂറോൺസിൻ്റെ ബേസിക് സ്ട്രക്ചർ, ഫങ്ഷൻ, അതുപോലെ തന്നെ ന്യൂറൽ കണ്ടക്ഷൻ, സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യും. ദെൻ ബ്ലോക്ക് 3 നമുക്ക് 2 യൂണിറ്റാണ് പഠിക്കാനുള്ളത്. ഇത് മെയിനായിട്ട് കവർ ചെയ്യുന്നത് നെർവസ് സിസ്റ്റത്തിൻ്റെ ഡിവിഷൻസ് ആണ്. നമുക്ക് മെയിനായിട്ട് 2 ഡിവിഷൻസ് ആയിട്ടാണ് പറയുന്നത്, CNSഉം PNSഉം. ഈ 2 ഡിവിഷൻസിനും ഓരോ യൂണിറ്റായിട്ടാണ് ബ്ലോക്ക് 2 നമ്മൾ പഠിക്കുന്നത്. അതായത് ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ സെൻട്രൽ നെർവസ് സിസ്റ്റം, ബ്രെയിനും സ്പൈനൽ കോഡും അടങ്ങിയിട്ടുള്ള സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ആ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് എന്തെങ്കിലും ഡിസ്റ്റോർഷൻസ് സംഭവിച്ചാൽ സംഭവിക്കുന്ന ഡിസോർഡേഴ്സിനെ കുറിച്ചും പഠിക്കും. അടുത്തതാണ് സെക്കൻഡ് യൂണിറ്റിൽ വരുന്നതാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. അപ്പോൾ നമ്മൾ ക്രേനിയൽ നെർവ്സിനെ കുറിച്ചും സ്പൈനൽ നെർവ്സിനെ കുറിച്ചൊക്കെ ഒരു ഔട്ട്ലൈൻ പറയും. അതുപോലെ തന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഡിവിഷൻസ് ആയിട്ടുള്ള സൊമാറ്റിക് നെർവസ് സിസ്റ്റം, അതുപോലെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കും. പിന്നെ വേറൊരു ഡിവിഷൻസാണ് സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. സോ ഇത്രയാണ് സെക്കൻഡ് യൂണിറ്റിൽ ബ്ലോക്ക് 2 നമ്മൾ കവർ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ബ്ലോക്ക് 3. ബ്ലോക്ക് 3 നമ്മൾ ഒരു യൂണിറ്റാണുള്ളത്. അപ്പോൾ സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്, അതായത് നമ്മുടെ ബ്രെയിനിന് 2 ഹെമിസ്ഫിയേഴ്സ് ഉണ്ട്, ലെഫ്റ്റ് ഹെമിസ്ഫിയറും റൈറ്റ് ഹെമിസ്ഫിയേഴ്സും. സോ ഈ ഹെമിസ്ഫിയേഴ്സിൻ്റെ സ്പെഷ്യലൈസേഷൻ, എന്തിനാണ് ലെഫ്റ്റ് ഹെമിസ്ഫിയർ, എന്തിനാണ് റൈറ്റ് ഹെമിസ്ഫിയർ ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് ബ്ലോക്ക് 3 യൂണിറ്റിൽ നോക്കുന്നത്. ബ്രെയിൻ ലാറ്ററലൈസേഷൻ എന്നുള്ള കോൺസെപ്റ്റ് എന്താണ്, അതിൻ്റെ മെക്കാനിസം എന്താണെന്നുള്ളതും കൂടെ നമ്മൾ ബ്ലോക്ക് 3 നോക്കും. ദെൻ ലാസ്റ്റ് ബ്ലോക്കാണ് ബ്ലോക്ക് 4. അതിൽ ഒരു യൂണിറ്റാണുള്ളത്. എൻഡോക്രൈൻ സിസ്റ്റത്തിനെ കുറിച്ച്, എൻഡോക്രൈൻ ഗ്ലാൻഡ്സും ഹ്യൂമൻ ബിഹേവിയേഴ്സും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടും, ഏതൊക്കെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്, എന്തൊക്കെ സെക്രീഷൻസ് ആണ് സംഭവിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ബ്ലോക്കിൽ നോക്കുന്നത്. സോ ടോട്ടൽ ബയോസൈക്കോളജി എന്ന ഈ ഒരു കോഴ്സിൽ നമുക്ക് 6 യൂണിറ്റാണ് 4 ബ്ലോക്സിലായിട്ട് പഠിക്കാനുള്ളത്. കുറച്ചുകൂടെ ബയോളജിക്കൽ ആസ്പെക്റ്റ് ആയിട്ട് ഹ്യൂമൻ ബിഹേവിയേഴ്സിനെയാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഓരോ വീഡിയോസിലോട്ട് നമുക്ക് ഓരോ യൂണിറ്റ് ഡീറ്റെയിൽ